തിരിച്ചറിനായി കൈക്കുമ്പിൽ നിൽക്കുന്നു നിങ്ങൾ. വേദനയിൽ സർവവേദനയിൽ എൻ്റെ ചേതന വീണിരിയുന്നു. സൃഷ്ടിതൻ വേദനയാരറിയുന്നു. എഞ്ചുവടിയിൽ അക്ഷരങ്ങൾ പെറുക്കി വയ്ക്കുന്ന പോലെ സൃഷ്ടിപഥത്തിൻ്റെ പുസ്തകത്തിലെ വാക്കുകളായി വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. അതിന് പേരെടുത്ത് പറഞ്ഞാൽ കുറേ പേര് പറയാം. എങ്കിലും അതിനേക്കാൾ ഉപരി ഈ ഒരു ശ്രീപുരം സ്കൂള് അതിൻ്റെ വേദിയിലിരിക്കുന്ന ജോയിയച്ചൻ ഉൾപ്പെടെ അയോണസ്റ്റ് വന്നില്ല. ഒരു ആതിഥേയത്വം ഗംഭീരമായി എന്നെ പ്രത്യേകിച്ചിട്ടുണ്ട്. കടന്നിലേക്ക് സൃഷ്ടിപഥത്തിന് യാതൊരു ഉത്തരവാദിത്വവും നൽകാണ്ട് എനിക്ക് ആഹാരവും താമസവും തന്ന അച്ഛനോട് ഈ സ്ഥാപനത്തിനോട് നന്ദി ആദ്യം അറിയിക്കട്ടെ. ഒപ്പം പ്രിയപ്പെട്ടവരെ, ഈ സൃഷ്ടിയുടെ വേദന എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളെല്ലാവരും അറിയുന്നവരെ, പക്ഷെ മറ്റൊരാൾ അറിയുക എന്നുള്ളതാണ്. അത് അവർ നമ്മുടെ വേദന നമ്മളെ അറിയാണ്ട് നമ്മുടെ സൃഷ്ടികളിലൂടെ അവരറിയുമ്പോൾ ആണ് നമ്മുടെ വേദന മാറുന്നത്. നമ്മളെ അറിയരുത്. എനിക്ക് ഇപ്പോഴും എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, ഞാനൊരു കണ്ണൂർ പണ്ട് വന്നപ്പോൾ CPM-ൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അവിടെ വച്ചിരുന്നൊരു പാട്ട്, കയ്യൂരിലുള്ളൊരു സമര സഖാവിന് വിയൂരെന്നൊരു ഭയമില്ല, വയലാറുള്ളൊരു വിപ്ലവമുട്ടിനെ വയ്യാവേലികൾ അരിയില്ല. ഇതാണ് വെച്ചിട്ടുള്ളത്. ഒരാൾ എൻ്റെ സഖാവ് ഇങ്ങനത്തെ പാട്ടൊക്കെ എഴുതുക, സത്യത്തിൽ ഞാൻ എഴുതി കുടിക്കറിയില്ല. അങ്ങനെ എഴുതുമ്പോൾ നമ്മളെ അറിയാണ്ട് നമ്മുടെ സൃഷ്ടിക്ക് വിലയുണ്ടാകുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പലപ്പോഴും പ്രാർത്ഥനാ ഗാനങ്ങളിലൊക്കെ ഇപ്പോൾ ഈ മതമില്ലാണ്ട് ജാതിയില്ലാണ്ട് ദൈവമില്ലാണ്ട് ഒരു പ്രാർത്ഥനാ ഗാനം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു എഴുത്തുകാരുണ്ടാകുന്ന ഏറ്റവും വലിയ വേദന എന്താണ്? ബ്ലസ്സി അങ്ങനെ പറഞ്ഞിരുന്നു കൽക്കട്ട ന്യൂസിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി. ദൈവം വേണ്ട, മതം വേണ്ട, ജാതി വേണ്ട, ഒരു പാട്ട് വേണം, പ്രാർത്ഥന. അതിപ്പോൾ പല സ്കൂളുകളിലും പാടുന്നുണ്ട്. പക്ഷേ ഞാൻ എഴുതിയത് പലർക്കും അറിയില്ല. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലം ചൊല്ലുവാൻ നാവിനാവേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോട് ഞാൻ ശാന്തി അറിയണം. അങ്ങനെ നമുക്ക് അവിടെയൊക്കെ എഴുതപ്പെട്ടവൻ അരങ്ങിലല്ല അണിയറിലിരിക്കുകയും ആ എഴുതപ്പെട്ടത് അരങ്ങത്തേക്ക് വരുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. മിക്കവാറും പേര് എഴുതിയിട്ട് എന്നെ അറിയുന്നില്ലല്ലോ എന്ന സങ്കടം പലർക്കും ഉണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. അത് ഓർക്കുമ്പോഴാണ് അങ്ങനെ മിക്കവാറും അങ്ങനെ ആദ്യം സങ്കടപ്പെടുന്ന ഒരാൾ രണ്ടുപേരുണ്ട്, ആർതർ കോണൻ ഡോയലും ഇയാൻ ഫ്ലെമിംഗ്. ആർതർ കോണൻ ഡോയലിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഷെർലക് ഹോംസിനെ അറിയും. ഷെർലക് ഹോംസിന് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മാത്രമാണ്. ഷെർലക് ഹോംസിനെ അറിയുന്നവർ ആർതർ കോണൻ ഡോയലിനെ അറിയണമെന്നില്ല. ജെയിംസ് ബോണ്ടിനെ അറിയുന്നവൻ ഇയാൻ ഫ്ലെമിങ്ങിനെ അറിയണമെന്നില്ല. അപ്പോൾ അവരുടെ സൃഷ്ടി അവരെക്കാൾ മികച്ച്, എഴുത്തിനെക്കാരനേക്കാൾ മികച്ച് എഴുത്തുകാരൻ്റെ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾ വലുതാകുമ്പോൾ കിട്ടുന്നൊരു സുഖം വളരെ വലുതാണ്. അങ്ങനെ കുറേ നാൾ നമ്മുടെ മക്കളെ നമ്മുടെ പേരിൽ അറിയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരിൽ മക്കളെ നമ്മുടെ പേരിൽ, പിന്നെ അവരുടെ പേരിൽ അവരെ അറിയുമ്പോൾ കിട്ടുന്ന വേറെ സുഖമുണ്ട്. നമ്മൾ മാറി നിൽക്കുക എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് സൃഷ്ടിയിൽ ഇതിൻ്റെ വേദന വളരെ വലുതാണ്. ഈ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ രണ്ട് അക്ഷരങ്ങളെ കൂട്ടി യോജിപ്പിച്ച്, എപ്പോഴും ഒരേ അക്ഷരം കൂട്ടായിരിക്കില്ലല്ലോ, ഒരേ അക്ഷരം കൂട്ടാവരുത്, ഒരേ ആശയമാവരുത്. അക്ഷരങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തുകയും അവരുടെ ജാതകം ചേർക്കുകയും അത് വെച്ചിട്ട് വ്യത്യസ്തമായ ആശയങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവർക്കും 50 അക്ഷരമുണ്ട്. പക്ഷെ ഇത്രമാത്രം കൃതികളാണ്, ഇത്രമാത്രം കവിതകൾ, ഇത്രമാത്രം നോവലുകൾ ഇറങ്ങുന്നതല്ലേ, ഒന്നും തമ്മിൽ ബന്ധമില്ലാണ്ട്. അത് അക്ഷരം ചേർക്കുന്നതും അതിലുണ്ടാക്കുന്ന രുചിയുടെ മാത്രമാണ്. ഇപ്പം നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയാൽ അങ്ങനെയാണ്, ഒരേ കൂട്ട് 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 രുചിയായിരിക്കും. അതേപോലെ തന്നെയാണ് ഓരോ സൗന്ദര്യലഹരി എന്നുള്ള ശങ്കരാചാര്യരുടെ പുസ്തകം 100 ശ്ലോകമാണ്. ആനന്ദലഹരിയാണ് ആദ്യം കണ്ടത്, രണ്ടാമത്താണ് സൗന്ദര്യലഹരി. ഇദ്ദേഹം കൈലാസം കാണാൻ ചെന്നപ്പോൾ സൗന്ദര്യലഹരിയുടെ വർണ്ണന എങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം പകർത്തിയെടുക്കുകയാണ്. ശിവൻ പാർവതിയെക്കുറിച്ച്, സ്വന്തം ഭാര്യയായ പാർവതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഭർത്താവായ ശിവൻ എഴുതിയ ശ്ലോകങ്ങളാണ് സൗന്ദര്യലഹരി. ഇതിങ്ങനെ അദ്ദേഹം 1 മുതൽ ഇതിങ്ങനെ പകർത്തി കൊടുത്തപ്പോൾ ഗണപതി അറിഞ്ഞു കുഴപ്പമാണ്. അമ്മയുടെ സൗന്ദര്യം അച്ഛൻ മാത്രം പറഞ്ഞാൽ മതി,
മറ്റൊരാളത് പകർത്തിയെടുക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം 100 മുതൽ പുറകോട്ട് മായ്ച്ചു എന്ന് പറയും. 100ാമത്തെ ശ്ലോകം 99 ഇങ്ങനെ മായ്ച്ചു ഇദ്ദേഹം പ്രത്യേകം 1 മുതൽ ഇങ്ങനെ എഴുതി വരും. 49 50 വരെ എഴുതിയപ്പോഴത്തേക്ക് ബാക്കി 51 മുതലുള്ളത് ഗണപതി മായ്ച്ചു. പിന്നീടുണ്ടായ 49 വരെ ആയത് പകുതിയാണ്. പിന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ള ദൗത്യമുണ്ട്. അതൊരു വേദനയാണ്. ആ വേദന അദ്ദേഹം ഏറ്റെടുത്തു. സൗന്ദര്യലഹരി ഉണ്ടായി. എല്ലാം അങ്ങനെ. അതുപോലെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലൊരു വിത്തിൽ ഈ സ്ത്രീകൾ ഇത് എഴുതുമ്പോൾ സ്ത്രീകൾ ഇപ്പം എഴുതുമ്പോഴേ ഇരട്ടി വേദനയാണ് അനുഭവിക്കുന്നത്. പ്രസവവേദന അറിയാവുന്ന നിങ്ങൾക്ക് ഇതും ഒരു പ്രസവവേദനയാണ്. ഗർഭപാത്രം മനസ്സാകുന്ന മാത്രമേ ഉള്ളൂ. ഒരാശയം എന്ന വിത്ത് മനസ്സിലേക്ക് വീണ് കഴിയുമ്പോൾ അതിനെ വളർത്തിയെടുക്കുക. എനിക്ക് തന്ന ഈ മുട്ട എങ്ങനെയെങ്കിലും പൂവാകുമെന്ന് ഞാൻ നോക്കിയിരിക്കുക. എൻ്റെ ഹൃദയത്തിന് ചൂടുണ്ട്. ആയിട്ടില്ല ഇതുവരെ. അപ്പം അത്രയും ചൂട് ഹൃദയത്തിലിരുന്നല്ല. അപ്പം അങ്ങനെ അതാണ് സൗന്ദര്യത്തിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ കൂട്ടിയെടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എഴുത്തുകാരൻ്റെ സാന്നിധ്യം. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞില്ല. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു എഴുത്തുകാരാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്, അല്ലേ? ഹിച്ച്കോക്കിൻ്റെ പുസ്തകങ്ങളെല്ലാം ഹൊറർ കഥകൾ, എല്ലാം പേടിപ്പിക്കുന്ന കഥകളാണ്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഈ പേടിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതിങ്ങനെ വായിച്ച് ഇരുന്ന് പേടിക്കും. അപ്പം അങ്ങനെ ഒരു കഥ കിട്ടും ഹിച്ച്കോക്കിൻ്റെ. അപ്പോൾ ആവേശപൂർവ്വം വായിക്കും. ഞാൻ പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രസക്തിയാണ്. ഒരാൾ ആ കഥ ഇങ്ങനെയാണ്. ഒരാൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് മറ്റൊരു രാജ്യത്ത് പോകുക. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട രേഖകളൊക്കെ ഉണ്ട്. അതെല്ലാം ഭദ്രമാണ്. അതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞ് മുറിയിൽ ചെന്നിറങ്ങി അതെല്ലാം ഭദ്രമാണെന്ന് ഉറപ്പിച്ചത്. ഇന്ന് വേറെ ജോലിയില്ല, നാളെ മാത്രമേ ഉള്ളൂ, നാളെ മീറ്റിംഗ്. എന്താ പട്ടണം കാണാം. ആദ്യമായിട്ട് വരികയാണ്. അങ്ങനെ പട്ടണത്തിലെ പ്രധാന ചത്വരത്തിൽ ഇദ്ദേഹം പോയിരിക്കുന്നത് കാഴ്ചകൾ എങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് വളരെ ദൂരത്ത് നിന്ന് അവ്യക്തമായ ഒരു സൗന്ദര്യം, ഒരു സ്ത്രീ നടന്നു. അറിയാണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് കാണാത്ത സൗന്ദര്യം അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതി. അതിന് രൂപം വ്യക്തമല്ലെങ്കിലും അതൊരു സുന്ദരിയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അപ്പോൾ അവരടുത്തടുത്ത് സുന്ദരിയായിരുന്നു. അടുത്തടുത്ത് വന്ന് ഇങ്ങനത്തെ മുന്നിൽ കൂടെ അവരൊക്കെ നടന്നു. ആ അടുത്തെത്ത് ഇദ്ദേഹത്തെ നോക്കി. അപ്പം നമ്മൾ ആലോചിക്കുന്ന ഈ ഹിച്ച്കോക്കിൻ്റെ ഭീതിജനകമായ കഥകൾ വായിച്ച് ശീലിച്ചെഴുതുന്ന ഇങ്ങനൊരു സംഭവം എന്നൊരു സംശയമുണ്ട്. പക്ഷെ പ്രായം ഇത് ആദ്യം വായിക്കുമ്പോൾ കൗമാരപ്രായമാണ്. അപ്പോൾ അത് കാരണം സൗന്ദര്യം സ്ത്രീ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം കൂടും, സ്വാഭാവികമാണ്. നടന്നങ്ങ് പോയി. ഈ അദ്ദേഹം തിരിഞ്ഞു. അവരുടെ പുറകെ അദ്ദേഹത്തിനെ കണ്ടുപോയി. കുറച്ച് ദൂരം ചെന്ന് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ് ഇവരുടെ പുറകെ പോയി. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ തിരിഞ്ഞു നോക്കും. ഇദ്ദേഹത്തിൻ്റെ വരവ് പുറകെയുണ്ടോ പിന്നാലെയുണ്ടെന്ന് ഉറപ്പുവരും. ഇപ്പോഴും നമ്മൾ വായിച്ച് ഹൊറർ മാറി വീണ്ടും പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയൊക്കെ വഴിയിലേക്ക് നീക്കുന്ന സ്ഥിതിയാണ്. മനസ്സങ്ങനെ പാകപ്പെട്ടു. ഹിച്ച്കോക്കിൻ്റെ കഥയിലേക്ക് പോകുന്ന ഒരു സന്ദർഭം ഇല്ലാണ്ടെങ്കിലേ പോകുന്നു. അങ്ങനെ വലിയ വഴിയിൽ നിന്ന് ചെറിയ വഴി, അവിടെ നിന്ന് വീണ്ടും ഈ വഴിയിലൊക്കെ തിരിയുമ്പോഴും ഇവർ നോക്കുന്നുണ്ട്. അദ്ദേഹം പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ചെറിയ വഴി അവസാനിക്കുന്ന ഒരു കോടിപ്പടിയുടെ ചുവട്ടിലാണ്. അവിടെ നേരെ കോടിപ്പടിയിലേക്ക് കയറും. കോടിപ്പടിയുടെ ചുവട്ടിലെത്തി ഇവരെ വീണ്ടും തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇദ്ദേഹം വരുന്നു. അവർ കോടിപ്പടി കയറി ആ മുറിയുടെ വാതിൽ തുറക്കുന്നു. അപ്പോഴും തിരിഞ്ഞു നോക്കി. അപ്പോഴും ഇദ്ദേഹം വരുന്നുണ്ട്. നമ്മുടെ മനസ്സ് മാറി. കൗമാരം വേറൊരു രീതിയിലേക്ക് ചിലകളിക്കാൻ തുടങ്ങിയൊരവസ്ഥ. അദ്ദേഹം പടി കയറി മുറിക്കകത്ത് കയറി അവർ രണ്ടുപേരും ആ കിടക്കയിലിരുന്നു. സ്ഥിരാറായി. ഇവിടെ എങ്ങും ഹിച്ച്കോക്കിൻ്റെ സാന്നിധ്യം കണ്ടില്ല. രണ്ടുപേരും വ്യവസ്ഥരായിട്ട് വസ്ത്രമൊക്കെ അഴിച്ച് കിടക്കയിലേക്ക് ചാഞ്ഞു കിടന്നു. ഇനി ഒരു സെൻറ്റൻസ് ഇതിനകത്ത് എവിടെ ഹിച്ച്കോക്കില്ല. പെട്ടെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു, അയ്യോ വാതിലിൻ്റെ കുറ്റിയിട്ടില്ലല്ലോ. അടുത്ത സെൻറ്റൻസ് കന്നുതരികയാണ്. ഉടൻ തന്നെ അവളുടെ കൈ നീണ്ടുപോയിട്ട് ആ വാതിലിൻ്റെ കുറ്റിയിട്ടു. ഒരു സെൻറ്റൻസിൽ അതുവരെ കൊണ്ടുവന്ന മാനസികാവസ്ഥയെ തകിടം മറിച്ചിട്ട് ഒറ്റ സെൻറ്റൻസിൽ ഹിച്ച്കോക്ക് എന്ന ഹൊറർ എഴുത്തുകാരൻ നമ്മളെ പേടിപ്പിച്ചു. ഓർത്തുകൊണ്ട് ഞാനെപ്പോഴും ആലോചിക്കും, വീട്ടിൽ ഭാര്യയോടൊക്കെ പറയുന്നത് കുറ്റിയിട്ടതിൽ വിളവേനെ കൈ നീണ്ടു പോയാലും നമ്മൾ പിന്നെ ജീവിക്കില്ല. ഒരു സെൻറ്റൻസും ഉണ്ട്. ഒരു വലിയ കഥയെ മാറ്റിമറിച്ച് എഴുത്തുകാരനെ മിടുക്കാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ സാന്നിധ്യം കഴിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുണ്ടാകുക എപ്പോഴുണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു നിത്യബന്ധമില്ല. ജീവിതത്തിൽ അങ്ങനെ തന്നെ ആവണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ 4 ആശ്രമങ്ങളിലും ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ള അവസാനത്തെ
മോക്ഷാവസ്ഥയ്ക്ക് മുമ്പുള്ള സ്ഥിതിയുണ്ട്. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് വന്നു, നമ്മളിവിടെ കുറേ സമ്പാദിച്ചു, ഇതൊന്നും കൊണ്ടുപോകണം. നമ്മൾ ഒറ്റയ്ക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടെ സമ്പാദിച്ചല്ല ഇവിടെ വച്ചു പോകാനുള്ള ആ ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാകുന്ന പോലെ ഒരക്ഷരത്തെ മറ്റൊരു അക്ഷരത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് വേർപിരിയാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നു. അത് വേർപിരിയണം. വേർതിരിഞ്ഞെങ്കിലേക്ക് പുതിയൊരു ആശയം ഉണ്ടാകുന്നു. അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കുക, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അയ്യോ അതങ്ങനെ ആയിപ്പോലെ അങ്ങനെയൊക്കെ ചില അന്ധവിശ്വാസങ്ങൾ പിന്നെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നീട് എഴുത്തിന് സാധ്യത വളരെ കുറയാണ്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട അറ്റാച്ച്മെൻറ്റ് എന്നുള്ള പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ശ്രീവാനന്ദ ചേട്ടൻ്റെ പാട്ട് തന്നെയുണ്ട്, സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം. കേട്ടില്ലേ? ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, ജലരേഖകൾ, സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല, ഉണ്ടെന്ന് പറയും. അതിനകത്ത് പറയുന്നത് പുണരാനടുക്കുമ്പോൾ പുറന്തള്ളും തീരവും തിരയുടെ സ്വന്തമെന്നോ. ആണോ? അല്ല. കരൾ പുകഞ്ഞാലൂറും കണ്ണുനീർ മുത്തുകൾ കണ്ണിൻ്റെ സ്വന്തമെന്നോ. അല്ല, കണ്ണീര് കണ്ണിൻ്റെ സ്വന്തമല്ല. പുറന്തള്ളപ്പെടുന്ന പുറന്തള്ളുന്ന തിര കരയുടെ സ്വന്തമല്ല. പക്ഷെ എന്നാലും തിര വന്നുകൊണ്ടേയിരിക്കും. സ്വന്തമല്ല എന്നറിയില്ല. എന്നും അതുപോലെയാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഇതൊക്കെ സ്വന്തമല്ല എന്നുള്ള ബോധമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇവരെ സ്വന്തക്കാരാക്കും. അതാണല്ലോ ദൗത്യം. അതെപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈയിടെ ഒരു സൃഷ്ടിയുടെ ഒരു നർമ്മവിഭാഗ വകുപ്പിൻ്റെ ഒരു പുസ്തകമല്ല എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ എഴുതിയതാണ്. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. കാര്യം എഴുത്തുകാർ മിക്കവാറും പേര് എന്തെങ്കിലും രോഗമുള്ളത്, പ്രത്യേകിച്ച് പ്രഷർ അല്ലെങ്കിൽ ഷുഗർ. കാര്യം അങ്ങനെയാണ് ജീവിതം. ഒരിക്കലും അണയാത്ത കനലാണ് ഉള്ളത്. എത്ര വെള്ളം കണ്ണീര് ഒഴിച്ചാലും കെടാത്ത ഒരു കനൽ അവിടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഈ ഡോക്ടറെ കാണാനായിട്ട് ഒരു പ്രേംകുമാർ എന്നൊരു രോഗി വരും. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പിന്നെ സർക്കാർ കൊടുക്കാൻ കാശൊന്നും കഴിയില്ല. എല്ലാവരുടെ ഊഴ കഴിഞ്ഞ് അവസാനത്തെ ഊഴക്കാരെ ഡോക്ടർ പോകാൻ നിന്ന്, ഡോക്ടർ എനിക്ക് ഇന്ന് BP മാത്രം നോക്കുന്നത് മതി, ഞാൻ ഷീട്ടൊക്കെ എടുത്തില്ല, ഡോക്ടർക്ക് കാശ് തരില്ല. അങ്ങനെ പറഞ്ഞ് അവർ പരിചയപ്പെട്ട കൂട്ടത്തിൽ ഇതേ കാര്യം മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്നുള്ള പാട്ടിനെ കുറിച്ച് ഇദ്ദേഹം വിശദീകരിക്കുന്നു. ഈ പാട്ടിൻ്റെ പ്രത്യേകത അറിയോ ഡോക്ടറെ? ഡോക്ടറോട് ഇത് പിന്നെ എഴുതി ബോംബെയിൽ സംഗീതം ചെയ്ത പാട്ടല്ലേ, എഴുതി ട്യൂൺ ചെയ്തത്. സാധാരണ ബോംബെയിൽ എന്ന് പറഞ്ഞാൽ അന്യഭാഷക്കാരന് മലയാളം അറിയാത്തതുകൊണ്ട് ഈണം തന്നിട്ട് എഴുതുന്ന ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഡോക്ടർക്ക് അതല്ല പ്രത്യേകത. അതിനകത്ത് സിനിമയുടെ കഥയുണ്ട്. കുന്നുമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമണ്ണം തൊട്ടെടുത്തു, എൻ വിരൽ തുമ്പിൽ നിന്ന വർണ്ണരേണുക്കൾ എൻ നെഞ്ചിലാകെ പടർന്നു. ഒരു പ്രണയത്തിന് തുടങ്ങുക. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പോവാണ്. അന്തിമയങ്ങുന്ന നേരത്ത് നീയൊന്നും മിണ്ടാതെ പോയി എൻ്റെ നെഞ്ചിലെ മൈനയും തേങ്ങി. ഒരു സിനിമയുടെ കഥ മുഴുവൻ പിന്നെ കുറുക്കിയെടുത്ത് പാട്ടാക്കുക എന്നുള്ള സിദ്ധി അതെപ്പോഴും നമുക്കെപ്പോഴും പറ്റുന്ന അബദ്ധം. എനിക്ക് പറ്റില്ല. നമ്മൾ ആദ്യമേ നമ്മൾ തന്നെ ഒരു കെട്ട് കിട്ടും, ഒരാശയം, ആവശ്യമില്ലാത്തൊരാശയം മനസ്സിലിട്ട് കെട്ടും. പിന്നെ ആ കെട്ട് അഴിക്കുക എന്നുള്ള ജോലിയാണ് നമ്മൾ ആ വേദന എന്ന് പറയുന്നത്. ഒരാശയത്തിൻ്റെ കുഴപ്പമാണ് എപ്പോഴും അങ്ങനെ. നമ്മൾ തന്നെ നമ്മൾക്ക് ദുരിതം അല്ലെങ്കിൽ ജയിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നും പുറത്ത് ചാടുക. അപ്പോൾ കിട്ടുന്നൊരു ആശ്വാസം. നാറാണത്തിൻ്റെ പരിപാടി പോലെ കല്ല് തള്ളി കയറ്റിയിട്ട് ഉന്തി കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അധ്വാനത്തിൻ്റെ ഫലം. ഒരിക്കലും ഭാരമുള്ളൊരു വസ്തു മുകളിൽ നിന്നാൽ താഴോട്ട് പോയില്ലേ പറ്റും എന്നുള്ള ലോക തത്വം അദ്ദേഹം ആ അധ്വാനത്തിലൂടെ കാണിച്ചു തരുന്നു. ആ അധ്വാനത്തിന് താഴോട്ട് പോകേണ്ടതാണ് എന്നുള്ള ബോധമുള്ളതുകൊണ്ട് തന്നെ ആ അധ്വാനം മുകളിലേക്ക് തള്ളിക്കയറ്റിയതിൻ്റെ വേദന ഒരു സുഖമായിട്ട് മാറുന്നു. അതൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ പറയും. ഇതാണ് ഈ കഥ. ഇദ്ദേഹം വേറൊരു കാര്യം പറയുന്നത് അത് ശരിയാണ്. നമ്മുടെ പലപ്പോഴും നിസ്സാരമല്ല, ഒരാരും നിസ്സാരമല്ല. നമ്മളൊരിക്കലും ഒരു എഴുത്തുകാരനും വലുതോ ഒരു എഴുത്തുകാരൻ ചിലപ്പോൾ ചൊടുക്കട പറഞ്ഞാൽ പ്രതിഭ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരാൾ വലുത് ഒരാൾ ചെറുത് എന്നുള്ളൊരു അർത്ഥമില്ല. കാര്യം പലരും പഠിപ്പിക്കുന്നത് എഴുതാൻ അറിയാൻ വയ്യാത്ത. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എന്ന മഹാഭാരതം തർജ്ജമ ചെയ്ത് വെച്ചു. പണ്ഡിതനാണ്, ദൈവഭക്തി ഉള്ളവനാണ്, ദൈവത്തിൻ്റെ അംശം മനസ്സിലുള്ളവനാണ്. പക്ഷെ പുള്ളിക്ക് ഭയം. എഴുതി തുടങ്ങിയാൽ തീർന്നില്ലെങ്കിലും ദൈവകാര്യമാണ് കുഴപ്പമാണ്. അത് തന്നെ എഴുതാൻ മടിച്ച് ഇത്രയും വലിയ ആൾ, പണ്ഡിതനും എല്ലാവർക്കും അറിവുള്ള വൈദ്യനും എല്ലാം അറിവുള്ള ആളാണ്. പക്ഷേ പുള്ളിക്ക് ഭയം. ആ സമയത്താണ് തൃശ്ശൂർക്കാരായ ഒരു 5-6 പേര് ക്രിസ്ത്യാനി അദ്ദേഹത്തെ കാണുമ്പോൾ എന്തുപറ്റി, ഞങ്ങളൊരു കുറി തുടങ്ങുകയാണ്.
കുറി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ആണല്ലോ കുറിയുടെ നാട്. കുറിയാണ് അത്. തമ്പുരാൻ ഒരു മാസം ഇത്ര രൂപ വെച്ചാലേക്ക് നിക്ഷേപിക്കുക. എല്ലാ മാസവും കുറി എടുക്കുമ്പോൾ ആർക്ക് കിട്ടുന്നു അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ 60 മാസമാണ് ഈ കുറിയുടെ കാലാവധി. അത് ആദ്യത്തെ നറുക്കെടുപ്പ്. അല്ല, ആദ്യത്തെ അംഗമായിട്ട് അങ്ങ് ചേരണം. അദ്ദേഹം ചേർന്നു. അവരെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഓർത്തത്, എൻ്റെ അത്രയും പാണ്ഡിത്യമോ എൻ്റെ അത്രയും വിദ്യാഭ്യാസമോ എൻ്റെ അത്രയും ദൈവജ്ഞാനമൊന്നും ഇല്ലാത്ത സാധാരണക്കാരൻ 60 മാസം 5 കൊല്ലം ഒരു ചിട്ടി നടത്തിക്കൊണ്ട് പോകാം എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. എന്നിട്ട് അവർക്ക് ഒരു അറിവില്ലാത്തറിയാം, പക്ഷെ അവർക്ക് ഉറപ്പാണ് 5 വർഷം കൊണ്ടുപോകുന്നത്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യൻ 5 കൊല്ലത്തെ കാഴ്ചപ്പാട്, 5 കൊല്ലം കഴിഞ്ഞും ഇതുണ്ടാകുന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇത്രയും പണ്ഡിതനായ എനിക്ക് എന്തുകൊണ്ട് ഇത് എഴുതി പൂർത്തീകരിച്ചുകൂടാ എന്ന് കുഞ്ഞുകൂടെ നമ്മളതിനെ പഠിപ്പിച്ചത് ഈ കുറി എടുക്കാൻ വന്ന തൃശ്ശൂർക്കാർ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഒന്നിനെയും നമ്മൾ തള്ളിക്കളയുന്നത്. ഒരു കാലത്ത് ചെയ്യും, എല്ലാത്തിലും ഓരോ അനുഭവം നമുക്കുണ്ടാകും. ഓരോന്നും ഈ വിരലിൻ്റെ കാര്യം പറയുന്ന പോലെ 5 പേരിൽ തമ്മിൽ മത്സരം ഉണ്ടായി. ആരാ ഏറ്റവും വലുത്? തള്ളവല്ലവരും ഞാനില്ലാണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ. അതുകൊണ്ടാണ് തള്ളവരൽ. അമ്മ ഇല്ലാത്തൊരു കുടുംബം തന്നെ ഇല്ല. ഈ കുടുംബത്തിലെ ശക്തൻ ഞാൻ തന്നെയാണ്. ഇപ്പം പറഞ്ഞല്ല, ചുണ്ടല്ല എന്നാണ്. എൻ്റെ നേരെ ഒരാൾ വരുമ്പോൾ അവരെ ചൂണ്ടി നിർത്താൻ പ്രാപ്തൻ എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നടുവരിൽ പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും വലുത്. മോതിരവരിൽ പറഞ്ഞല്ല, ജീവിതത്തിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു കൂടിച്ചേരലിൽ ഞാനാണ് സാക്ഷി. എന്നിലാണ് മോതിരം. അതുകൊണ്ട് പുണ്യവും പവിത്രതയും എനിക്ക് ആയതുകൊണ്ട് ഞാനാണ് ഏറ്റവും ശരി. ഈ പാവം എന്ന് പറയും, ഒന്നും പറയില്ല. അവൻ കണ്ടുപിടിച്ചു അതിനുത്തരം. മറ്റൊരാൾ വരുമ്പോൾ നമ്മൾ 5 പേരും കൂടെ സ്വീകരിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഞാനാണ് എന്ന് പറയുന്ന സുഹൃത്ത്. അപ്പം അവനുണ്ട് വില എന്ന് പറയുക. ഒന്നിനെ നമ്മൾ തരണ്ടാമയോ ഒന്നും കാണുന്നത് കാര്യം പഠിക്കാനില്ല. ഓരോന്നും ഓരോ വിഭാഗങ്ങൾ നമ്മൾ തരും. എനിക്കൊക്കെ വല്ല ഉണ്ടായ സങ്കടം വെച്ചാൽ എന്നെ ഒരു ദുഃഖത്തിൻ്റെ കയത്തിൽ വീഴാണ്ട് എന്നെ രക്ഷിച്ചത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നിങ്ങൾ വിശ്വസിക്കില്ല. എൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഞാൻ പോകുന്ന വഴി, പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നും ഭാര്യ വീട്ടിലേക്ക് അന്ന് 2004 കാര്യം പറയുന്നുണ്ട്, 22 കൊല്ലം മുമ്പ്. അന്ന് 10 രൂപയുള്ളൂ ഓട്ടോറിക്ഷ ഈ ഓട്ടം. ആ ഓട്ടോ സ്റ്റാൻഡിൽ 10-60 വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ വന്നിറങ്ങുന്ന പരിചയമുള്ളതുകൊണ്ട്, സാറ് അല്ല ചേട്ടൻ ആ വണ്ടി പോയി, ഇതിൽ ഞാൻ എനിക്ക് ഓട്ടം കിട്ടിയിട്ടില്ല. എൻ്റെ ആദ്യത്തെ ഓട്ടം ഞാനിത് ഈ 10 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുറകിൽ പോയി കിടക്കേണ്ടി വരും. ചിലപ്പോൾ ഇന്ന് എനിക്ക് ഓട്ടം കിട്ടില്ല. 10 രൂപ കൊണ്ട് ഞാൻ വീട്ടിൽ പോകേണ്ടി വരും. ചില ദിവസം 500 രൂപ കൊണ്ട് പോകേണ്ടി വരും, ചില ദിവസം ഒന്നുമില്ലാണ്ട് പോകേണ്ടി വരും. ചിലപ്പോൾ എന്ന് പറഞ്ഞ ആ ഓട്ടോക്കാരൻ എന്നെ ആശ്വസിപ്പിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സ് എന്നുള്ള പടം ഇറങ്ങി. അതിൻ്റെ പാട്ട് കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ എൻ്റെ ഭാഗ്യം കൊണ്ട് പുണ്യം കൊണ്ട് അത് സ്വീകരിച്ചു. അടുത്ത ഇറങ്ങിയ പടം അത്രയും സ്റ്റാർ വാല്യൂ അല്ല, അതിനേക്കാൾ ഉപരി ഒരു മെഗാ സ്റ്റാർ ഉള്ള അഭിനയിക്കുന്ന പോത്തൻമാവ മമ്മൂട്ടിയുടെ പടം. പാട്ടൊക്കെ നന്നായിട്ട് ചെയ്തു. കാര്യം നമ്മൾക്ക് അങ്ങനെയാണല്ലോ കുഴപ്പം. ഒരു കൃതി നന്നായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അതിനേക്കാൾ കുറിച്ച് അല്ലെങ്കിൽ എന്നൊരു ഭയം നമ്മളുണ്ടാകും. അപ്പോൾ എഴുത്ത് വരാൻ തന്നെ താമസിക്കും. അപ്പോൾ അങ്ങനെ എഴുതി ആ പടം മമ്മൂട്ടിയുടെ പടമായിട്ട് പോലും ക്ലാസ്മേറ്റ്സിൻ്റെ ആ ഒരു സ്വീകാര്യത പോത്തൻമാവിലെ പാട്ടുകൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് സങ്കടമായി. അതിനേക്കാൾ ഒരു വലിയ സ്വീകരണം കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ ഞാൻ ചെല്ലുന്നത് ഈ ഓട്ടോക്കാരൻ മുമ്പിലേക്ക്. അയാൾ പറഞ്ഞാൽ വാക്കെനിക്ക് ആശ്വാസമായിരുന്നു. എല്ലാ ദിവസവും 500 രൂപയുടെ ഓട്ടം കിട്ടുന്നില്ല. അതിനർത്ഥം എല്ലാ പാട്ടുകളും ഹിറ്റാകണമെന്നില്ല. ചിലപ്പോൾ 10 രൂപയുടെ വലിയ പാട്ടുണ്ടാവും, ചിലപ്പോൾ 500 രൂപ ഉണ്ടാവും എന്ന് ആ ഓട്ടോക്കാരൻ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം. അയാൾക്കൊന്നും അറിയില്ല, പക്ഷെ അയാൾ പറഞ്ഞത് ഒരു മരുന്ന്, നമുക്കുണ്ടാകുന്ന ഒരു ഭയം ദുഃഖം ഒക്കെ മാറ്റി തരാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ ആര് തരം താത്തി വലുതാത്തി കാണരുത്. അവനൊക്കെ എന്തെങ്കിലും നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നില്ല. ചില എഴുത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ആളായി കഴിഞ്ഞാൽ വല്ല മസിലൊക്കെ പിടിച്ചെങ്കിൽ ഞാൻ വലിയ ഒരാളാണ് അല്ല, ഒരിക്കലും അങ്ങനെയാണ്. എടുക്കണം. ആരെങ്കിലും കാര്യം വിട്ടിത്തം പറഞ്ഞാൽ ശരി, ആരെങ്കിലും തിരുത്തി തരും. അല്ല, വിട്ടിത്തം പറയാൻ പാടില്ല. വിട്ടിത്തം നമ്മൾ പറയണം. ആരെങ്കിലും ഒരാൾ തിരുത്തും. അല്ലെങ്കിൽ ആ വിട്ടിത്തം എത്തും നമ്മുടെ മനസ്സിലെ കുറച്ച് വേരുറച്ചു. അതുകൊണ്ട് പറയാനുള്ളത് ഭയമില്ലാണ്ട് നമ്മൾ പറയാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം.
അത് വളരെ അപ്പം ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ ഒരു നമുക്കൊരു ചിട്ടയുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ അച്ഛനമ്മമാർക്ക് ജോലി കിട്ടും, ഇവനെ ഡോക്ടറാക്കണം, ഇവനെ എഞ്ചിനീയറാക്കണം, അവരാണുള്ള തീരുമാനം. ഇന്നിപ്പോൾ അത് നടക്കില്ല. ഇന്ന് കഥയൊക്കെ മാറിയില്ലേ? കുഞ്ഞുങ്ങളുടെ തീരുമാനം നമ്മൾ പുറകെ നിൽക്കുക, ഇല്ലെങ്കിൽ അവരോട് വെള്ളം ഉണ്ടാക്കുക. അല്ല, അവർക്ക് തീരുമാനമുണ്ട്. അന്ന് അങ്ങനെയല്ല. അത് ഈ കഥയിലും പറഞ്ഞു, ഈ നറവ് വിഭാഗം ഞാൻ പറഞ്ഞില്ല, പ്രേംകുമാർ എന്നുള്ള കഥാപാത്രം പറഞ്ഞതാണ്. എങ്ങാനും യേശുദാസിൻ്റെ മാതാപിതാക്കൾ ഇതുപോലെ യേശുദാസിനെ നിർബന്ധിച്ചിരുന്നെങ്കിൽ, നീ ജോലിക്ക് പോകും അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സർവീസ് സംഘടനയിലെ അംഗമായിട്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു ഗുമസ്തനായിട്ട് എഴുതി അച്ഛനെ പെണ്ണ് നിർബന്ധ പ്രകാരം വല്ലപ്പോഴും വല്ല ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഒരു പാട്ടൊക്കെ പാടി അദ്ദേഹത്തിന് ജന്മം തീരുന്നത്. പക്ഷെ അതല്ല. അപ്പം അതുകൊണ്ട് അത് ആ കാര്യത്തിൽ ഒരിക്കലും നമ്മുടെ ആ കാര്യത്തിൽ ഒന്നിനും, ഞാൻ പറഞ്ഞ അക്ഷരങ്ങൾ ചേർക്കുന്ന പോലെ ഒന്നിനും ഇന്നോട് ചേരുന്നു എന്നുള്ളത് ഒരു നിബന്ധനയില്ല. അല്ലേ? നീരാവി തന്നെ തണുത്താണ്, ചൂടുള്ള നീരാവി തന്നെയാണ് മഴയായിട്ട് തണുത്ത് വീഴുന്നത്. നീരാവിയുടെ ചൂട് മാറില്ല, അത് നീരാവി തീർന്നില്ലേ? മാറണം എന്നുള്ള പ്രകൃതിയുടെ ആവശ്യം. അതാണ് ഋതുക്കൾ 4 മാറണം എന്നുള്ളത്. എന്നും വസന്തകാലമാണെങ്കിൽ മടുത്തു പോകുന്നത് പ്രകൃതിയുടെ ഒരു ആവശ്യമാണ്. മാറിമാറ്റം വരിക. വേനൽക്കാലം എന്ന് വരുമ്പോൾ പിന്നെ പൂക്കൾ ഉണങ്ങി കരിഞ്ഞ് അതിൻ്റെ വിത്തുകൾ പോകുന്നു, കാറ്റത്ത് വേനൽക്കാറ്റിൽ പറന്ന് ദൂരെ പോകുന്നു, അടുത്ത മഴയ്ക്ക് വർഷകാലം വരുമ്പോൾ. ഇതെല്ലാം മാറ്റത്തിൻ്റെ ഒരു എഴുത്താണ്, പ്രകൃതിയുടെ കാലത്തിൻ്റെ എഴുത്താണ്. അപ്പോൾ അതുപോലെ മാറ്റം നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുണ്ടാകും. കാര്യം നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നമ്മളിലൂടെ ഇപ്പം മരങ്ങൾക്കുള്ള പോലെ അടുത്ത വർഷം എല്ലാ ഇലയും പൊഴിഞ്ഞ് പുതിയ തളിരും പുതിയ പൂവും പുതിയ കായും ഒക്കെ വരുന്ന അവർക്കുണ്ട് ആ സ്ഥിതി. നമുക്കതില്ല. നമുക്ക് കായ